Hello everyone, welcome to G-Pod Class 9. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഓണം എക്സാമിന് ഫസ്റ്റ് എക്സാം ഏതാ? സോഷ്യൽ സയൻസ് എക്സാം ആണ്. ഈ ഓണം എക്സാമിന് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എക്കൽ വിഷറിയാണ് ഫസ്റ്റത്തെ ചോദ്യം. എന്താണ് എക്കൽ വിഷറി? റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് അലൂവിയൽ ഫാൻസ്. എക്കൽ വിഷറികളുടെ രൂപീകരണത്തെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം 2 മാർക്കിന് 2 പോയിന്റ്, 3 മാർക്കിന് 3 പോയിന്റ്, 4 മാർക്കിന് 4 പോയിന്റ്, 5 മാർക്കിന് 5 പോയിന്റ്, 6 മാർക്കിന് 6 പോയിന്റ് എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അലൂവിയൽ ഫാൻസ് അഥവാ എക്കൽ വിഷറി എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ് നദികൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അഥവാ അവസാദങ്ങൾ റിവേഴ്സിന്റെ ഡെപ്തിൽ അല്ലെങ്കിൽ നദികളുടെ അടിഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ടൈപ്പിൽ, ഈ ഒരു ഫാൻ അല്ലെങ്കിൽ പണ്ടത്തെ വിഷറുണ്ട് ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യാണ്? റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് താഴ്ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? അലൂവിയൽ ഫാൻസ് അഥവാ എക്കൽ വിഷറി എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കിട്ടും. ഈ നോട്ട് നോക്കി ഇതേ പോയിന്റ്സ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിവിഷൻസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബേസ്ഡ് ഓൺ ജിയോമോർഫിക് ഫീച്ചേഴ്സ് ആണ്. ശ്രദ്ധിക്കണേ, ജിയോമോർഫിക് ഫീച്ചേഴ്സ് അഥവാ ഭൂരൂപീകരണ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ വർഗീകരണം അല്ലെങ്കിൽ വിഭജനം വിശദീകരിക്കുക. 3 ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ ജിയോമോർഫിക് ഫീച്ചേഴ്സ്, ഭൂരൂപീകരണ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളത് ഏതാണ്? ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്തേ? ടൈപ്പ് ചെയ്തേ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. കമന്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലായിട്ടുള്ള nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ nafi.edupod ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഏതൊക്കെയാണ്? ബാബർ ഉണ്ട്, ടെറായി ഉണ്ട്, അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങളുണ്ട്. അപ്പോൾ ഈ ബാബർ എന്ന് പറഞ്ഞാൽ എന്താ? റോക്സ് ആൻഡ് ബൗൾഡേഴ്സ്, ഇതേപോലെ പാറക്കല്ലുകളും മറ്റൊക്കെ നിറഞ്ഞിട്ടുള്ള സൗത്ത് ഓഫ് ശിവാലിക്സിന് തെക്ക് ഭാഗത്തായിട്ട് കാണുന്നതാണ് എന്ത്? ബാബർ എന്ന് വിളിക്കുന്നത്. ഈ ബാബറിന്റെ വിടുത്ത് എത്രയാ? 8 to 10 കിലോമീറ്റേഴ്സ് ആണ് എന്ത്? ബാബറിന്റെ വിടുത്ത്. ഈ ബാബറിൽ എന്താ? റോക്സ് ആൻഡ് ബൗൾഡേഴ്സ് ആണ് അല്ലേ? പാറകളും പാറ കഷ്ടങ്ങളാണ് കാണുക. ദ റിവേഴ്സ് ആർ ഇൻവിസിബിൾ ഹിയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നദികളെ കാണാൻ പറ്റില്ല. ബിക്കോസ് ദ റിവേഴ്സ് ആർ ഫ്ലോയിങ് ബിനീത്ത് ദ റോക്സ് ആൻഡ് ബൗൾഡേഴ്സ്. ഈ പാറക്കല്ലുകൾക്ക് അടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ എന്താണ്? ടെറായി ആണ്. ടെറായി എന്ന് പറഞ്ഞാൽ എന്താ? സ്വാമ്പി ആൻഡ് മാർഷി ആട്ടോ. ശ്രദ്ധിക്കണം, ടെറായി എന്ന് പറഞ്ഞാൽ സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ബാബറിന് സൗത്ത് ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ടെറായി കാണാൻ പറ്റുക. മാർഷി ആൻഡ് സ്വാമ്പി, ചതുപ്പ് നിലങ്ങളും ചെളിയും നിറഞ്ഞ സ്ഥലമാണ് ഇത് ടെറായി എന്ന് പറയുന്നത്. 10 to 20 കിലോമീറ്റേഴ്സ് ആട്ടോ. 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് എന്ത് വരുന്നത്? ഇതിന്റെ വിടുത്ത് വരുന്നത്. ദ റിവേഴ്സ് ബിക്കം വിസിബിൾ ഹിയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നദികളെ കാണാൻ പറ്റും. മൂന്നാമത്തത് അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങളാണ്. ബങ്കറും ഉണ്ട്, അതേപോലെ തന്നെ ഖാദറും ഉണ്ട്. അതായത് മണ്ണുണ്ടല്ലോ, സെഡിമെന്റ്സ്. ആ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സമതലം അഥവാ മണ്ണ് നിറഞ്ഞ പ്രദേശമാണ് ഇത് അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ. അതിൽ ഓൾഡ് വൺ, പഴയതിനെ പണ്ട് മുതലേയുള്ള എക്കൽ നിക്ഷേപങ്ങൾ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്നും. ന്യൂ, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ എന്ത് വിളിക്കുന്നു? ഖാദർ എന്നും വിളിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോ, ഓൾഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബങ്കർ എന്നാണ്. ന്യൂവിനെ വിളിക്കുന്ന പേരെന്താ? ഖാദർ എന്നാണ്. ഓൾഡ് അലൂവിയൽ ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്ന് വിളിക്കുന്നു. ന്യൂവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഖാദർ എന്നും വിളിക്കുന്നു. പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി നോട്ട്സിനാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ ദർ ഈസ് എക്സസീവ് കോൾഡ് വെദർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താടാ? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ എന്താ? ദ മേജർ പോർഷൻ ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദി ഓഷ്യൻസിൽ. ഒന്നാമത് എന്താ? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ മെജോറിറ്റി ഏരിയയും എന്താണ്? ഓഷ്യനോട് എത്രയോ ദൂരെ കിടക്കുന്നത്. ഓഷ്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ് ആരുള്ളത്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉള്ളത്. അപ്പോൾ ഓഷ്യനിൽ നിന്നുള്ള ഒരുപാട് അകലെ ആയതുകൊണ്ട് തന്നെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് അല്ലേ? കരക്കാറ്റും കടൽക്കാറ്റും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല? വീശുന്നില്ല. അപ്പോൾ ഈ കരക്കാറ്റും കടൽക്കാറ്റും വീശുന്ന സ്ഥലങ്ങളിലാണ് എപ്പോഴും എന്തുണ്ടാവുക? ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുക. അല്ലെങ്കിൽ ചൂട് കാലത്ത് നല്ല ചൂടും തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നല്ല തണുപ്പ് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. തീർന്നിട്ടില്ല. സ്നോഫോൾ ഫ്രം ദി ഹിമാലയൻ മൗണ്ടൻ റീജൻസ് അല്ലേ? ഈ ഹിമാലയത്തിൽ നേരെ താഴെയാണ് ആരുള്ളത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉള്ളത്. ആ ഹിമാലയത്തിൽ നിന്നുള്ള സ്നോഫോൾ, ഹിമാലയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് പെയ്യുന്നു? മഞ്ഞ് പെയ്യുന്നു. ആ മഞ്ഞ് കാരണം എന്ത് ചെയ്യാണ്? ഇവിടെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോൾഡ് വിൻസ് ഫ്രോം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ്. വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് വീശുന്നുണ്ട്? കോൾഡ് വിൻഡ് അഥവാ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇത് കാരണം ഇവിടെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? തണുപ്പ് കൂടുന്നു. പിന്നെന്താ? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, നോർത്തേൺ ഡയറക്ഷനിൽ വടക്കോട്ടേക്കുള്ള സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്, അതും കൂടി എന്ത് ചെയ്യാണ്? കാരണം ഇവിടെ എന്ത് ചെയ്യാണ്? നല്ല ശക്തമായിട്ടുള്ള
തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അടുത്തത് വിച്ച് വിൻഡ് ഈസ് ബ്ലോയിങ് ഇൻ ദ നോർത്ത് ഇന്ത്യ ഡ്യൂറിംഗ് സമ്മർ സീസൺ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റ് ഏതാണ്, ഇതിൻ്റെ സവിശേഷത ഇത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ഏത് വിൻഡാണ് ഏത് കാറ്റാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്തോ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. ഏതാണ് ലൂ ആണ് അല്ലേ, നോർത്ത് ഇന്ത്യ അഥവാ ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റ് ഏതാണ്, ലൂ ആണ്. ലൂ എന്താണ്, ഒരു ഡ്രൈ വിൻഡ് അഥവാ ഒരു പൊടിക്കാറ്റാണ്. ഈ ഒരു കാറ്റ് കാരണം എന്ത് സംഭവിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലെ ചൂട് നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അടുത്തത് പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദി 2 subdivisions of the സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലേ, അതായത് ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിൻ്റെ 2 വിഭജനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലെ ഏതൊക്കെ മാസങ്ങളിലാണ്, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ്. ശ്രദ്ധിക്കണം, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് എന്ത് വീശുക, സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് വീശുക. ഈ കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ പെക്യുലർ ഷേപ്പ്, ഇന്ത്യയുടെ ഈ പ്രത്യേക രൂപം കാരണം ചിലപ്പോൾ ഈ ചിത്രം നിന്നിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ഒരു പെക്യുലർ ഷേപ്പ് കാരണം അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അറേബ്യൻ സീ ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, ഈ വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ പടിഞ്ഞാറൻ തീരസമുദ്രത്ത് മൊത്തം പിന്നെ മഴ പെയ്ച്ചിട്ട് ആരവല്ലി മൗണ്ടെയ്ൻസ് വരെ വീശും. ആരവല്ലി മൗണ്ടെയ്ൻസ് കാരണം രാജസ്ഥാനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കാറ്റ് വീശുന്നില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. നോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് തന്നിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിന് നോട്ടിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് പുറമെ മാപ്പ് ചോദിക്കും. മാപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യൂട്ടോ, നിങ്ങൾ പേടിക്കേണ്ട. മാപ്പിൻ്റെ വീഡിയോ എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കി തരും. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്തായാലും ചോദിച്ചാൽ ഈ ചിത്രം നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് ചോദിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്ന മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഹോംവർക്കാണ്, ഇത് സെക്കൻഡ് ഹോംവർക്കാണ്. ഇതിന് രണ്ടിൻ്റെയും ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക. നിങ്ങൾ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജും അതിലുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലും ഒന്ന് എന്ത് ചെയ്തോ, ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ എന്തുണ്ട്, ആവശ്യമുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ തരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.